സിഹത്തോടെ, ഹിമ്മത്തോടെ, ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ഞാൻ ദുആ ചെയ്യുകയാണ്. ഈ ദുആ നമ്മൾ എല്ലാ സമയത്തും ആവർത്തിക്കുക. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ആരോപണങ്ങളിൽ അവർ സ്ഥിരമായി നിൽക്കുന്നില്ല. അവരുന്നയിക്കുന്ന പരാതികളിൽ അവർക്ക് സ്ഥിരതയില്ല. ഓരോ മാസവും ഓരോ വർഷവും അവർ പുതിയ ആരോപണമുണ്ടാക്കുന്നു. എന്നിട്ട് ആദ്യം മുതലേ പറഞ്ഞ ആരോപണങ്ങൾ കൂട്ടിപ്പറയുകയും ചെയ്യുന്നു. ഒരേ മാറ്റർ, പക്ഷെ എന്നും ഒരേ മാറ്റർ പ്രസംഗിക്കുമ്പോൾ സ്വന്തം അണികൾ എന്താണ് കരുതുക എന്ന് കരുതി പ്രസംഗം നിർത്താൻ പോകുന്ന അവസാന സമയത്ത് ഒരു പുതിയ ആരോപണം കൂടെ. ഇതല്ലാതെ ആശയപരമായും ആദർശപരമായും പടച്ച റബ്ബിന്റെ ദീനിന്റെ വിഷയത്തിൽ മറുഭാഗത്തെ സുന്നികൾക്ക് ഒന്നും പറയാനില്ല. അതല്ലെങ്കിലും അതൊരു രാഷ്ട്രീയ കക്ഷിയാണ്. കേരളത്തിലെ മൊത്തം മഹല്ലുകളിലെ മുസ്ലിങ്ങളെ നിങ്ങൾ കണക്കെടുക്കൂ. ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, ഓരോ മഹല്ലത്തിലെ മുസ്ലിങ്ങളെയും ഒരു ഭാഗത്തേക്ക് വിളിച്ചുകൂട്ടുക. എന്നിട്ട് കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെ പേരും വെച്ചിട്ട് അവിടുത്തെ മുസ്ലിങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഹാജരെടുക്കുക. കോൺഗ്രസുകാർ ഇങ്ങോട്ട് മാറി നിൽക്കുക, CPM-കാർ ഇങ്ങോട്ട് മാറി നിൽക്കുക. അങ്ങനെ കേരളത്തിലുള്ള 1.25 ലക്ഷത്തോളം വരുന്ന മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും അവരെയൊക്കെ പേരിങ്ങനെ വിളിച്ച് ആളുകളെ ഇങ്ങനെ മാറ്റുമ്പോ എല്ലാ ആളുകളും മാറി ഇനി കക്ഷികളെ പേര് വിളിക്കാൻ ബാക്കിയില്ല. അപ്പോഴതാ 8-10 കാരണവന്മാരും 10-15 ഉലമാക്കളും ധീരരായ ഏതാനും പ്രവർത്തകന്മാരും കുറച്ച് മുതഅല്ലിമീങ്ങളും ഈ കൂട്ടത്തിലേക്കൊന്നും മാറി നിൽക്കാതെ അവരാ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇവിടെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളെ വിളിച്ചു, ഇന്ത്യയിലെ മുഴുവൻ പാർട്ടികളെ പേരും വിളിച്ചു. അവരൊക്കെ മാറി നിന്നപ്പോൾ നിങ്ങൾ മാത്രം മാറിയില്ലല്ലോ. നിങ്ങൾ ആരാണ്? ഈ സദസ്സിന്റെ മറുപടി, ഞങ്ങൾ താജുൽ ഉലമ പ്രസിഡന്റും ശൈഖുന കാന്തപുരം സെക്രട്ടറിയുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരാണ് എന്ന് മറുപടി പറയുമ്പോൾ സ്വാഭാവികമായി ഉത്ഭവിക്കുന്ന ചോദ്യം, എവിടെ നിങ്ങളെ ആന്റി വിഭാഗം, AK എന്ന വിഭാഗം എവിടെ? അത് ഒരു തടി ഇങ്ങോട്ട് വലിക്കുമ്പോ നിഴല് കൂടെ പോകുന്നത് പോലെ മുസ്ലിം ലീഗുകാര് മാറി നിൽക്കുക എന്ന് പറഞ്ഞപ്പോ ലീഗുകാരൊപ്പം അങ്ങോട്ട് നിഴല് പോലെ മാറി എന്നല്ലാതെ ഒരൊറ്റ AK സുന്നിയെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മഹല്ലിൽ കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചാല് അതൊരു അധികപ്പറ്റാകുമെന്ന തോന്നൽ എനിക്കില്ല. ഒരു സ്വാഭാവികമായും ചോദിക്കാവുന്നൊരു ചോദ്യം. നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന പേരോട് SSF-ന്റെ സംസ്ഥാന പ്രസിഡന്റായി ഒരുപാട് കാലം പ്രവർത്തിച്ചു. ശേഷം അദ്ദേഹം SYS-ന്റെ വൈസ് പ്രസിഡന്റും മുമ്പ് ജോയിന്റ് സെക്രട്ടറിയുമായും. ഇവിടെ സ്വാഗതം പറഞ്ഞ N. അലി അബ്ദുള്ള മാഷ്, അദ്ദേഹം SSF-ന്റെ സെക്രട്ടറിയായി ഒരുപാട് കാലം പ്രവർത്തിച്ചു. ഇപ്പൊ SYS-ന്റെ സെക്രട്ടറിയായി. നമ്മുടെ സെക്രട്ടറിയായ C. മുഹമ്മദ് ഫൈസി SSF-ന്റെ ദീർഘകാലത്തെ സ്റ്റേറ്റ് പ്രസിഡന്റായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി SYS-ന്റെ 4 സെക്രട്ടറിമാര് മജീദ് കക്കാടും CP സൈദലവി മാസ്റ്ററും വണ്ടൂര് അബ്ദുറഹ്മാൻ ഫൈലിയും N. അലി അബ്ദുള്ള സാഹിബുമൊക്കെ SSF-ന്റെ നേതാക്കന്മാരായി, സെക്രട്ടറിമാരായി, പ്രസിഡന്റുമാരായിട്ടാണ് SYS-ൽ വന്നതെങ്കിൽ മറുഭാഗത്തെ SK-യുടെ 15 കൊല്ലം പ്രസിഡന്റായ ആള് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായിരിക്കുകയാണ്. അപ്പോ SSF-ലേക്ക് വരുന്നതിന്റെ മുമ്പ് SBS, അതിലൂടെ SSF, പിന്നീട് SYS ആകുമ്പോലെ യൂത്ത് ലീഗിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു വിദ്യാർത്ഥി വേദി മാത്രമാണ് SK എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പൊ പിന്നെ രാഷ്ട്രീയക്കാര് പുലമ്പുന്ന വിഷയത്തിന് ആലിമീങ്ങൾ മറുപടി പറയുക എന്നത് എങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനൊരുപാട് പ്രയാസമുണ്ട്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തും ചേരും, എപ്പോഴും എന്തും മാറ്റിപ്പറയാനും സാധിക്കും, എന്ത് ആരോപണവും നടത്താൻ കഴിയും. അത് കരുതി അതുപോലെ പണ്ഡിതന്മാർക്ക് അവരെ മറുപടിക്ക് മറുപടി, അതുപോലെ
പോലെ പറയാൻ കഴിയാത്ത പ്രയാസം കൊണ്ടാണ് ഇവിടെ പ്രസംഗിച്ച മുഴുവൻ ആളുകളും ആ നിലക്ക് സൂക്ഷ്മത പാലിച്ചത്. നിങ്ങൾ ചോദിക്കൂ, മറുഭാഗത്തെ രാഷ്ട്രീയ കക്ഷിയായ അതിന്റെ ഉലമാവും ഉമറാവും ഒക്കെയായ രാഷ്ട്രീയ കക്ഷികൾ എവിടെ പൊതുയോഗം നടത്തുമ്പോഴും നമുക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം നമ്മൾ സയ്യിദന്മാർക്ക് എതിരാണ് എന്നാണ്. നമ്മൾ സയ്യിദന്മാർക്ക് എതിരാണ്. എന്താണ് പറയുന്നത്? നമ്മൾ പാണക്കാട് കുടുംബത്തിനെതിരാണ്. ഇവരെ വാക്ക് കേട്ടാൽ തോന്നിപ്പോകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റ പേരക്കുട്ടി, അത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് വേറെ വാപ്പാനി ഉമ്മാനി ഒന്നും തൊടിയിപ്പിക്കാതെ ഒരു നൂലിൽ കെട്ടി ഇങ്ങോട്ട് ദുന്യാവിലേക്ക് ഇറക്കിയ മാതിരിയാണ് ഇവരുടെ പ്രചരണം. അങ്ങനെയല്ലല്ലോ ശിഹാബ് തങ്ങൾ പൂക്കോയ തങ്ങളെ മകനാണ്. പൂക്കോയ തങ്ങൾക്ക് ജ്യേഷ്ഠനും മനുഷ്യനുമൊക്കെയുണ്ട്. പൂക്കോയ തങ്ങൾക്ക് ഉള്ളതുപോലെയുള്ള പവർ ആ ജ്യേഷ്ഠനും മനുഷ്യനും ഉണ്ടാകുന്നതുകൊണ്ട് അവരെ മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊക്കെ ശിഹാബ് തങ്ങളെ പവർ ഉണ്ടാകുമെന്ന് പറയേണ്ട ആവശ്യമില്ല. അധ്യക്ഷനായ നമ്മുടെ പ്രിയങ്കരനായ സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങള് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കുടുംബക്കാരനാണ്. അപ്പൊ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ആത്മീയമായുള്ള മുഴുവൻ പവറും സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾക്കും ഉണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മറുഭാഗം തയ്യാറാകുന്നതിന് പകരം ഈ കൂടിയ മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും സയ്യിദന്മാർക്കെതിരാക്കുകയാണ്, എതിരാണെന്ന് ചിത്രീകരിക്കുകയാണ്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയക്കാർക്ക് അത് ചേരും. രണ്ട് ലീഗുകളായി ഇവിടെ വേർതിരിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന കാലത്ത് നിങ്ങൾ നോക്കൂ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പത്രമായ ചന്ദ്രിക, ആ പത്രത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മൂത്തച്ഛനായ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളുടെ കാർട്ടൂൺ കൊടുത്ത് നിങ്ങൾ കണ്ടില്ലേ? EMS നമ്പൂതിരിപ്പാട് ജനസംഘം എന്ന ഒരു പേരെഴുതിയ പന്നിയുടെ മാംസം സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ വായയിലേക്ക് മുറിച്ചു വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, അതിനടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് അങ്ങട് കഴിച്ചോളൂ, വിശക്കുന്നവന് പന്നിയിറച്ച് ഹലാലാണിട്ടോ. എന്റെ സ്വന്തം ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെ കെട്ടിയ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ പന്നി മാംസം ഭക്ഷിക്കുന്നവനാണെന്ന ഒരു തോന്നൽ ഈ സമുദായത്തിനുണ്ടാക്കിയതിന്റെ ഞങ്ങളല്ലല്ലോ ഉത്തരവാദികൾ. ഞങ്ങൾ സൗമ്യമായി ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു സയ്യിദിനെ, ഏതെങ്കിലും ഒരു തങ്ങളെ എവിടെ വെച്ചെങ്കിലും ഞങ്ങൾ അപമാനിച്ചതിന് ഒരു ചെറിയ രേഖ ആരെങ്കിലും കൊണ്ടുവന്നാൽ ആ രേഖ സ്വീകരിച്ച് ഞാൻ ഈ പണി നിർത്തിവെക്കാൻ തയ്യാറാണ്. അങ്ങനെ ആർക്കും തയ്യാറാൻ സാധിക്കുകയില്ല സഹോദരന്മാരെ. അതേ സമയത്ത് മറുഭാഗം കണ്ടോ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ പന്നിമാംസം ഭക്ഷിക്കുന്നവനാണ് എന്ന് കാർട്ടൂൺ കൊടുത്തപ്പോ ഈ ഒറ്റ കാർട്ടൂൺ കാരണം മുൻ മന്ത്രി CH മുഹമ്മദ് കോയ സാഹിബിന്റെ അധികാരം നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത്.